നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. പാൻ പരാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പുകയിലയുടെ കോമ്പിനേഷനും മറ്റ് പല കെമിക്കൽസും ചേർത്തുണ്ടാക്കുന്ന ഒരു കോമ്പിനേഷനാണത്. ഈ പാൻ പരാഗ് ആളുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലഹരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് സ്മെല്ലില്ല, യാതൊന്നുമില്ല, മറ്റൊരാൾ അറിയത്തുമില്ല. അപ്പോൾ ഇത് ഒരു പ്രധാനമായിട്ട് ഇടുന്നത് എവിടെയാണ്? നാക്കിനടിയിലാണ്. അപ്പോൾ ഈ പാൻ പരാഗിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുപ്പിമുറി നല്ല ഭസ്മമായിട്ട് പൊടിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഹൈ കെമിക്കൽസും ചേർത്തിട്ട് ചിലതിൽ പുകയിലയുടെ ഇത് ചേർക്കും, ചിലത് പുകയില ഇല്ലാതെ തന്നെ ഹൈ കെമിക്കൽസ് ചേർക്കും. ഇതിൻ്റെ എല്ലാം സിന്തറ്റിക്, ഇതെല്ലാം ഈ പെട്രോളിയം പ്രോഡക്റ്റ് തന്നെയാണ്. ഏകദേശം 30,000 പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പോയിസൺ ഉള്ളതും പോയിസൺ ഇല്ലാത്തതും എല്ലാം ഉണ്ട്. ഇത് മിക്കവാറും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നാക്കിന് അടിയിലിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് എപ്പോഴും ഒരു ഇൻടോക്സിക്കൻസ് ഫീലിംഗ് ആയിരിക്കും, ഒരു പ്ലസൻറ്റ്നെസ് അവർക്ക് കിട്ടും ഇതിൻ്റെ ടോക്സിസിറ്റി കൊണ്ട്. അപ്പോൾ എപ്പോഴും അവർക്കൊരു സുബോധമായിട്ടല്ല ഇരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ അവർ നോർമലായിട്ട് ജോലികളെല്ലാം ചെയ്യും. ഇപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. സാധാരണ ഇത് കൂടുതൽ ചെയ്യുന്നത് വർക്കിംഗ് ക്ലാസ്സാണ്. വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ഈ പണി ചെയ്യുന്ന ആളുകൾ, അത് എല്ലാവരും ഉണ്ട്. ഈവൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോസ്റ്റിൽ കയറുന്ന ആളുകൾ ഇത് വെച്ചുകൊണ്ട് കയറുന്നത് കാണാം. അത് കോംപ്ലിക്കേഷൻ ഉണ്ടായി താഴെ നിന്ന് വീഴുന്നതും ഉണ്ടായിട്ട് അങ്ങനെ പല കേസുകളുണ്ട്. ഇത് ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നതാണ്. മദ്യപിച്ച് ഓടിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ സമനില തെറ്റി ഓടും. അപ്പോൾ ഇത് കുറേ നാളിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നാക്കിനടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ചുണ്ടിലും ഈ ദ്വാരം വരെയും ഉണ്ടാവും. അപ്പോൾ അവർക്ക് പിന്നെ ആഹാരം കഴിക്കാനൊക്കത്തില്ല, വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഇത് ക്യാൻസർ വരെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ കുറച്ച് സമയത്തെ ഒരു പ്രസന്നസിന് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഹാബിറ്റാവും. പിന്നെ നമുക്ക് മാറ്റാൻ വയ്യാത്തൊരു സ്റ്റേജായിട്ട് മാറിക്കഴിയും. ഇപ്പം ഇത് ഇനി കുട്ടികളിലും ഇത് വരുന്നുണ്ട്. കാരണം ഇതിനൊക്കെ സെല്ലേഴ്സ്, കാരണം ഇതൊക്കെ കൊടുക്കുന്ന ആളുകൾ ഈ ജോലിയില്ലാതെ ഇതിനായിട്ട് വേണ്ടി ഒരുപാട് സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് ഇതിൻ്റെ ബിസിനസ് മുഴുക്കം നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലീസിനോ മറ്റ് ഹെൽത്ത് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെ ഇവർ കൂടെ നമ്മൾ ജോലി വന്ന ഒരാൾ കൂടെ വെളിയിൽ പോയിട്ട് ഇത് നുണച്ചിറക്കുന്നത് കാണാം. ഒന്നും വേണ്ട, എൻ്റെ കൺസൾട്ടിങ് ഇതിന് തന്നെയും പല പേഷ്യൻസും ഇത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന നമുക്ക് കാണാം. അപ്പോൾ അവരുടെ കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ആ ഒരു ഇംബാലൻസ്. അപ്പോൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് അവർ കറക്റ്റായിട്ട് പറയും, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇത്ര വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ദോഷവശങ്ങളായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിസ്സാരക്കാരനല്ല, ഈ ക്യാൻസർ വരെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൈസ കൊടുത്തിട്ട് കടിക്കുന്ന നായ വാങ്ങിക്കുന്നു പറഞ്ഞതുപോലെ ഈ കോംപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ അത് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുന്നതിന് ലേറ്റസ്റ്റായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലേസർ ആൻഡ് കിലേഷൻ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ബൈപ്പാസ് സർജറിയുടെ കോംപ്ലിക്കേഷൻ ഇല്ല, സർജിക്കൽ കോംപ്ലിക്കേഷൻ ഇല്ല, അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻ ഇല്ല, പിന്നെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇത് പിറ്റേ ദിവസം തന്നെ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാം. ബൈപ്പാസ് സർജറി ആണെങ്കിൽ ഒരു മിനിമം 3 months എങ്കിലും മിനിമം റെസ്റ്റ് എടുക്കണം. ഈവൻ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ തന്നെയും 1 മാസം എടുക്കണം. പക്ഷേ WHO തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കഴിയുന്ന ഈ കോംപ്ലിക്കേഷന് പോകാതെ ഇതൊരു നാച്ചുറൽ വേ ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80-85% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവരുടെ അടവുകൾ മാറും, ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലാവും, അങ്ങനെ അവർക്ക് സുഖമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റും. അത്രയൊക്കെ ആണെങ്കിൽ തന്നെയും എൻ്റെ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാദമായിട്ട് പല വ്യക്തികളും എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്.
അതിൽ അന്ന് നമ്മുടെ പിന്നെ അമേരിക്ക പഴയ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണ സാറ്, പിന്നെ നമ്മുടെ തിരുവനന്തപുരം മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ, ഇവരൊക്കെ അദ്ദേഹം ചിത്രയിലെ പേഷ്യൻ്റായിരുന്നു. അവർ തന്നെ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവർ സർജറി ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ, ഇവരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.